നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 50 ദിവസമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. 50 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 50 ദിവസം കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് നമ്മുടെ കേറ്ററ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ്. നെഗറ്റീവ്സ് ഇല്ലാത്തൊരു എക്സാം ആണ് കേറ്ററ്റ്. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. കേറ്ററ്റ് എക്സാം വിജ്ഞാപനം എപ്പോഴായിരിക്കും എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർവീസിലുള്ള അധ്യാപകരുടെ പരീക്ഷ ഓൾറെഡി ഫെബ്രുവരിയിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? റീസെൻ്റ്ലി നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം കിട്ടിയതാണ്. ഫെബ്രുവരിയിലായിരിക്കും സർവീസിലുള്ള അധ്യാപകരുടെ പരീക്ഷ എന്നുള്ളത്. അപ്പോൾ നോർമൽ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ സർവീസിലുള്ള അധ്യാപകരല്ലാതെ നോർമലി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിൽ തന്നെയായിരിക്കും പരീക്ഷ വരിക. അതെന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു നമ്മളുടെ കേറ്ററ്റ് എക്സാം 18, 19 തീയതികളിലായിട്ട് കേറ്ററ്റ് കോമൺ എക്സാം നടന്നത്. അതിന് ഒരാഴ്ച മുൻപായിരുന്നു സർവീസിലുള്ള അധ്യാപകരുടെ പരീക്ഷയും നടന്നത്. സെപ്റ്റംബർ മാസത്തിലാണ് ഈ 2 എക്സാംസും നടന്നത്. സോ ഫെബ്രുവരിയിൽ നമുക്ക് ഓൾറെഡി സർവീസിലുള്ള അധ്യാപകരുടെ പുതിയ പരീക്ഷ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതിനാൽ ആ മാസം തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? കേറ്ററ്റ് കോമൺ എക്സാമും പ്രതീക്ഷിക്കാം. അതിന് മറ്റൊരു റീസണും കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് ഫെബ്രുവരിയിൽ റിസൾട്ട് വന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ എക്സാം നടക്കുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, 2026 ഡിസംബറോട് കൂടി നമ്മുടെ LPSA UPSA വിജ്ഞാപനം വരാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ അതിനു മുൻപ് മാക്സിമം ഉദ്യോഗാർത്ഥികൾ കേറ്ററ്റ് നേടി അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പരീക്ഷ നടത്താനായിരിക്കും തീർച്ചയായിട്ടും പരീക്ഷാ ഭവനും ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2026 നടക്കാൻ പോകുന്ന LPSAക്ക് മുൻപായിട്ട് റിസൾട്ട് വന്ന് നടത്തേണ്ട ഒരു പരീക്ഷ എന്ന നിലയിൽ ഫെബ്രുവരിയിലെങ്കിലും നമ്മളുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പരീക്ഷ നടന്നാലേ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, എല്ലാ വർഷവും ഇപ്പം കോവിഡിന് മുൻപാണെങ്കിൽ വർഷത്തിൽ 3 പ്രാവശ്യം നടന്നുകൊണ്ടിരുന്ന ഒരു പരീക്ഷയാണ് കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത്. പക്ഷേ കോവിഡിന് ശേഷം ഇപ്പം നമുക്കറിയാം വർഷത്തിൽ 2 പ്രാവശ്യമാണ് കേറ്ററ്റ് പരീക്ഷ നടക്കുന്നത്. എന്നാൽ 2025 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യമാണ് നമ്മുടെ കേറ്ററ്റ് എക്സാം നടന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അടുത്ത ഒരു കേറ്ററ്റ് പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് LPSA UPSA വരാനിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേറ്ററ്റ് നടക്കുന്നില്ലല്ലോ എന്നൊരു ആശങ്കയിലും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഫെബ്രുവരിയിൽ തന്നെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഫെബ്രുവരിയിൽ എക്സാം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വിജ്ഞാപനം വരണം. സോ ഡിസംബർ ഇനിയുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നമ്മളുടെ പുതിയ വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഈ പരീക്ഷയ്ക്ക് നമുക്ക് ടു ബി വെരി ഓണസ്റ്റ് എത്ര ദിവസം നമ്മുടെ കയ്യിലുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഫെബ്രുവരി പകുതിയോടുകൂടി നമ്മൾ കാണുകയാണെങ്കിൽ പോലും ഈ ഒരു അവധികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കൂടിപ്പോയാൽ നമ്മുടെ മുന്നിലൊരു 45 ദിവസം, അതും പോട്ടെ 50 ദിവസമായിരിക്കും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. സോ ഈ 50 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് പഠിച്ച് കേറ്ററ്റ് എക്സാം ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ വേണ്ടത് കൃത്യമായ ഒരു പഠന സ്ട്രാറ്റജിയാണ്. പഠിക്കുന്നത് എന്ത്, എത്രത്തോളം പഠിക്കണം, ഏത് ടോപ്പിക്സിന് പ്രിഫറൻസ് കൊടുക്കണം. കാരണം ഇനി അങ്ങോട്ട് സിലബസ് മുഴുവനും കാണാപ്പാടം പഠിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്ഷനോട് കൂടി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന പ്രാക്ടിക്കലി നമുക്ക് പലർക്കും പോസിബിൾ അല്ല. ജോലി ചെയ്യുന്നവരുണ്ട്, വെക്കേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ ഈ എൻറ്റയർ സിലബസ് ഏറ്റവും പെർഫെക്ഷനോട് കൂടി പഠിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഇനിയുള്ള ദിവസങ്ങൾ ഇഫക്റ്റീവായിട്ട് പരീക്ഷ അല്ലെങ്കിൽ എക്സാം സെൻറ്റേർഡ് ആയിട്ടുള്ള, എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളുടെ കേറ്ററ്റ് എക്സാം ഫെബ്രുവരിയിലാണ്. ഇനി വരുന്ന 50 ദിവസം ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50 ദിവസം കൊണ്ട് സുഖമായിട്ട് കേറ്ററ്റ് എക്സാം ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 50 ദിവസമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. 50 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 50 ദിവസം കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് നമ്മുടെ കേറ്ററ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ്. നെഗറ്റീവ്സ് ഇല്ലാത്തൊരു എക്സാം ആണ് കേറ്ററ്റ്. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കേറ്ററ്റിൻ്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു, ഞങ്ങളിലൂടെ തന്നെയാണ് കേറ്ററ്റും LP UPയും എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. സോ കേറ്ററ്റിൻ്റെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ലൈവ് സെഷൻസും മറ്റുമായിട്ട് ഞങ്ങൾ എല്ലാ ആക്ടിവിറ്റീസോടും കൂടി ക്ലാസ്സസ് ആരംഭിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ, നമുക്ക് ന്യൂ ഇയർ വരാൻ പോവുകയാണ്. ന്യൂ ഇയറിൽ ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഈ ഒരു ന്യൂ ഇയറിൽ അധ്യാപകരാകുക, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ നിങ്ങളുടെ സ്വപ്നം പോലെ ഒരു അധ്യാപകരാകുക, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടി പറയട്ടെ. ഇപ്പോൾ നമുക്കറിയാം, ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. അതിൽ കേറ്ററ്റ് 2 എന്താ പറയുക, കേറ്ററ്റ് 2 ഉണ്ടെങ്കിലേ UPSCക്ക് പറ്റുള്ളൂ എന്ന ഒരു പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് K3 ഉള്ളവരാകാം, സെറ്റ് ഉള്ളവരാകാം, MPhil ഉള്ളവരാകാം. പക്ഷെ നിങ്ങൾ LP UP പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ LPSCക്ക് K1 K2 ഓക്കെയാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ UPSCയിലേക്ക് വരുമ്പോൾ കേറ്ററ്റ് കാറ്റഗറി 2 തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ക്വാളിഫൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരുന്ന കേറ്ററ്റ് എക്സാമിന് ഏറ്റവും നിർണായകമായിട്ട് കണ്ട് അത് ക്വാളിഫൈ ചെയ്യുക. ഓക്കെ, സോ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിച്ച് മുന്നോട്ട് തന്നെ പോവുക. നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ബോർഡ് നമ്പർ 8589083568 കോൺടാക്ട് ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഫ്രീ പേജസിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.